പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിയും കൊണ്ടുവന്ന വിനായകന് നന്ദിനി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, നിനക്ക് ഭർത്താവിന് ഇത്രയും പ്രശ്നമുണ്ടായി ഈ അടിയും കൊണ്ടുവന്ന് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നീ വേദയെ കുറ്റപ്പെടുത്താനാണല്ലോ ആലോചിക്കുന്നത് എന്ന് പറയുകയാണ്. വിക്രം ഇപ്പം ഉണ്ടായിരുന്നെങ്കിലേ അയാൾ ഇപ്പം നമ്മളെ ഉപദ്രവിക്കാൻ തല പൊക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. വിക്രം ഇല്ലെന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് അയാൾ ഇത്രയും ചെയ്തു കൂട്ടിയതെന്ന് മാഷ് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ വിനായകനും നന്ദിനി ഇങ്ങനെ മാഷിനെ നോക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ കഷ്ടകാലം വന്ന സമയത്ത് ക്ഷുദ്രജീവികളെല്ലാം ഒരുമിച്ച് തല പൊക്കുവാണെന്ന് നന്ദിനിയെ വിനായകനെ നോക്കി മാഷ് അങ്ങ് പോവുകയാണ്. അങ്ങനെ വിഷു നേരെ മുറിയിലേക്ക് പോവുകയാണ്. ശ്രീജ കൂടെ ചെല്ലുകയാണ്. അപ്പം ശ്രീജ ചോദിക്കുന്നുണ്ട്, വിശ്വട്ടനെ പോലീസ് ഉപദ്രവിച്ചില്ലയോ? ഉപദ്രവിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയാണ്. അപ്പം വിശ്വ പറയാണ്, എന്നെ ഉപദ്രവിച്ചു, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഉപദ്രവിച്ചില്ല. വിനായകൻ്റെ കിട്ടിയത് അത്രയും എന്നെ ഉപദ്രവിച്ചില്ല, പക്ഷേ എനിക്കും കിട്ടി എന്ന് പറയാണ്. എന്നാലും കുഴപ്പമില്ല, വിക്രത്തിന് അവരെ കയ്യിൽ കിട്ടാതിരുന്നാൽ മതി, അവൻ തെറ്റുകാരനല്ല എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചാൽ മതിയെന്ന് വിശ്വം പറയുകയാണ്. അപ്പോൾ ശ്രീജയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നീ എന്തിനാണ് വിഷമിക്കുന്നത്? അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മുടെ വിക്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. വിശ്വേട്ട എന്നും പറഞ്ഞ് അവർ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. നീ വിഷമിക്കേണ്ടടി, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അവിടെ വിനായകനെ ഇങ്ങനെ നന്ദിനി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നന്ദിനിക്കാണെങ്കിൽ ആകപ്പാടെയൊക്കെ ദേഷ്യമാണ്. നന്ദിനി പറയാണ്, അച്ഛൻ ഇപ്പോഴും അവനെ ന്യായീകരണം പറയാണ്. രണ്ട് മക്കൾക്ക് ഇത്ര അടിയും കൊണ്ട് വന്നിട്ടും അച്ഛൻ ഇപ്പോഴും അവൻ്റെ സൈഡ് തന്നെയാണെന്ന് നന്ദിനി പറയുകയാണ്. ആ വേദയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വേദയെ കുറ്റം പറഞ്ഞപ്പം അച്ഛൻ എന്തൊരു ദേഷ്യമാണ്, അവൾക്ക് രണ്ട് പണി കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അവളെ വിളിച്ച് രണ്ട് പറയട്ടെ എന്ന് പറയാണ്. അപ്പോൾ വിനായകൻ പറയാണ്, നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും ഇരിക്കാതെ എന്തിനെ നന്ദിനി ആവശ്യമില്ലാത്ത പണിക്ക് ഇരിക്കുന്നേ? നന്ദിനി പറയാണ്, നിങ്ങളൊന്നും മിണ്ടായിരിക്കേ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഫോണെടുത്ത് വേദയെ വിളിക്കുകയാണ്. അപ്പം വേദയാണെങ്കിൽ നന്ദിനിയുടെ കോള് കണ്ടിങ്ങനെ വിചാരിക്കുകയാണ്, നന്ദിനി ഏട്ടത്തി എന്തിനാ എന്നെ വിളിക്കുന്നത്? ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് വിളിക്കുകയാണോ? എന്തായാലും ഫോൺ എടുത്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേദ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ നന്ദിനി ഏട്ടത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദിനി പറയാണ്, വേദേ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. നീയും നിൻ്റെ ഭർത്താവും കൂടെ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം അനുഭവിക്കേണ്ടത് എൻ്റെ ഭർത്താവും വീട്ടുകാരുമാണെന്ന്. അപ്പോൾ വേദയ്ക്കൊന്നും മനസ്സിലായില്ല. വേദ ചോദിക്കാൻ, നന്ദിനി ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത്? ആ വിക്രമുണ്ടല്ലേ, അവൻ ആരാണ്ട് കൊന്നിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ ഡെയിലി ഈ വീട്ടിൽ കയറി ഇറങ്ങി ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം അടിച്ച് നശിപ്പിക്കുകയാണ്, പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഉപദ്രവിക്കുകയാണ്. പോരാഞ്ഞ് ഇപ്പം SI ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ അച്ഛനെയും വിശ്വേട്ടനെയും വിനായകേട്ടനെയും വിളിച്ച് വരുത്തിയിട്ട് അവിടെ ഇട്ട് നല്ല തല്ല് കൊടുത്തേക്കുകയാണ്. ഞാനിപ്പോഴും വിനായകേട്ടന് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയ്ക്ക് അയാൾ തല്ലി ഒതുക്കിയെന്ന് വേദയെടുത്ത് നന്ദിനി പറയാണ്. എന്നിട്ട് പറയാണ്, ഇതിനെല്ലാം കാരണം ആ വിക്രമാണ്. അപ്പം വേദ വയ്ക്കണം, അത് എന്നെ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? ഞാനിപ്പോൾ ആ വീട്ടിലല്ല താമസിക്കുന്നത്, അവിടെ ആരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അപ്പം നന്ദിനി പറയാണ്, നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ, ഇപ്പോഴും നിൻ്റെ ഭർത്താവ് തന്നെയാണല്ലേ, അവൻ കാരണം ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് മാത്രം അറിയാം. അവനാണെങ്കിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പോലീസ് പിടിയിൽ കൊടുത്തുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടെങ്കിലും ഇരിക്കായിരുന്നു. പിന്നെ അവന്മാരുടെ കയ്യിലെങ്ങനെ അവനെ കിട്ടിയ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇതൊന്നും എന്നോട് പറയണ്ട എന്ന് വേദ പറയുകയാണ്. ആ പ്രായമായ അച്ഛനെ വരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് അച്ഛൻ്റെ മുന്നിലിട്ടാണ് വിശ്വേട്ടനെ വിനായേട്ടനെ ഉപദ്രവിച്ചത്. നിനക്കൊന്നും അറിയണ്ടല്ലോ, നീ ഇനി അവനെ വേണ്ടാന്നും പറഞ്ഞങ്ങ് പോയാൽ മതിയല്ലോ എന്നും പറഞ്ഞ നന്ദിനിയാണെങ്കിൽ വേദയെടുത്ത് ചൂടാവുകയാണ്. അപ്പോൾ വേദ പറയാണ്, നന്ദിനി ഏട്ടത്തി ഇതൊന്നും എന്നെ വിളിച്ച് പറയേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞങ്ങ് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇഷിതയെ വിളിക്കുന്നുണ്ട്. ഇഷിത ഫോൺ കൊണ്ടുവന്ന് വിക്രമിൻ്റെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വിക്രം ഞാനൊരു കാര്യം അറിഞ്ഞു, അത് പറയാനാണ് വിളിച്ചത്. എന്താ വേദ? അത് നന്ദിനി ഏട്ടത്തി ഇപ്പം എന്നെ വിളിച്ചായിരുന്നു. എന്തിനാണെന്ന് വിക്രം ചോദിക്കുകയാണ്. അത് ഒരു കാര്യം പറയാനാ, എന്നോട് വഴക്കിടാനാണ് വിളിച്ചത്, എന്നാലും കാര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് വേദ പറയാണ്. എന്താണെന്ന് വിക്രം ചോദിക്കുകയാണ്. അത് ആ SI ഉണ്ടല്ലോ, അച്ഛനോടും വിശ്വട്ടനും വിനായകനോട്ടടുത്തും പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞതെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടാണ് വിട്ടേന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം ചോദിക്കുകയാണ്, അച്ഛനെ ഉപദ്രവിച്ചോ? ഏയ് അച്ഛനെ ഉപദ്രവിച്ചില്ല, വിശ്വട്ടനെയും വിനായകേട്ടനെയും ഉപദ്രവിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിക്രം എങ്ങാനും ആ SIയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അയാളെ ശരിയാക്കി വിടും, അയാളുടെ മുന്നിലൊന്നും പെടാതെ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കണം എന്ന് പറയുകയാണ് വേദ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരണം എന്ന് വേദ പറയുകയാണ്. വിക്രത്തെ കിട്ടാത്തതിൻ്റെ ദേഷ്യം മൊത്തവും അവരോട് തീർത്തിയാണെന്ന് വേദ പറയുകയാണ്. എന്തായാലും വിക്രം ഒന്ന് സൂക്ഷിക്കണം, ആ SIയുടെ മുന്നിലൊന്നും ചെന്ന് പെടല്ലേ എന്ന് വേദ പറയണം. ശരിയെന്നും പറഞ്ഞ് വിക്രം ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ചിട്ട് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. വിഷിത വന്നപ്പം ഇഷിതയെടുത്ത്
വിക്രം വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെയും ചേട്ടന്മാരെയൊക്കെ ആ SI കൊണ്ടുപോയി ഉപദ്രവിച്ചെന്ന്. അപ്പം ഇഷിത പറയാണ് വിക്രത്തിനെയും കാണും അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വെച്ചേക്കത്തില്ലെന്ന് ഇഷിത പറയാണ്. ഇന്ന് രാത്രി തന്നെ വേദയുടെ വീട്ടിലേക്ക് മാറണമെന്നാണ് വേദ പറഞ്ഞെന്നുള്ള കാര്യം ഇഷിത പറയുകയാണ്. അങ്ങനെ വിക്രവും ഇഷിതയും കൂടെ നേരെ വേദയുടെ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങുകയാണ്. അങ്ങനെ വണ്ടി കയറി കഴിയുമ്പോൾ വിക്രം പറയാണ്, ഇഷിത എനിക്കൊരു സഹായം ചെയ്തു തരാമോ? ഞാൻ പറയുന്നിടത്തുനിന്ന് വണ്ടി ഒതുക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഒരാളെ കാണാനുണ്ട്. ഇഷിത ചോദിക്കുകയാണ്, വിക്രത്തിന് ആരെയെ കാണാനുള്ളത്? ഈ വയ്യാത്ത കാലം വെച്ച് ആരെ കാണാനാ? മാത്രമല്ല ആരെങ്കിലും വിക്രത്തെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും. പിന്നെ വിക്രത്തെ എപ്പോൾ പിടികൂടിയെന്ന് ചോദിച്ചാൽ മതിയെന്ന് ഇഷിത പറയാണ്. അപ്പം വിക്രം പറയാണ്, അത് കുറച്ച് സമയത്തേക്ക് മാത്രം മതി. വണ്ടിയായിട്ട് ഇഷിത മാറി നിന്നാൽ മതി. ഞാനൊന്ന് കണ്ട് പെട്ടെന്ന് വരാം എന്ന് വിക്രം പറയാണ്. അപ്പം അവസാനം ഇഷിതയ്ക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ ആളൊഴിച്ച ഒരു സ്ഥലത്തേക്ക് ഇഷിത വണ്ടി നിർത്തുന്നുണ്ട്. വിക്രം പറയാണ്, ഇഷിത ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ ആളെ കണ്ടിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയാണ്. ഇഷിത പറയാണ്, ആരുടെയും കൺമുന്നിൽ ചെന്ന ചാടലിൽ വിക്രം ചാടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല വിക്രത്തിന് കൂടുതൽ നേരം ഈ കാല് വെച്ച് നടക്കുക എന്ന് വെച്ചാൽ വലിയ പാടുള്ള കാര്യമാണ്. അത് ചിലപ്പം ആ മുറിവിന് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇഷിത പറയുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചോളാം, എത്രയും പെട്ടെന്ന് തന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇറങ്ങുവാണ്. ഷോളൊക്കെ വെച്ച് മുഖമൊക്കെ മറച്ചാണ് വിക്രം ഇറങ്ങുന്നത്. അങ്ങനെ സാബു SI ആ വഴി വരുമെന്ന് വിക്രത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് വിക്രം അവിടെ ഇറങ്ങിയത്. അപ്പം സാബു വരുന്ന വഴിയിൽ ഒരു കമ്പി കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം അവിടെ കയറി മറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ വേട്ട തുടങ്ങുവാണ്. അപ്പോഴത്തേക്ക് ഇതൊന്നും അറിയാതെ സാബു വരികയാണ്. സാബു വന്ന് നേരെ ആ കമ്പിയിൽ തട്ടി തെറിച്ചങ്ങ് വീഴുകയാണ്. തെറിച്ച് വീഴുമ്പോഴത്തേക്ക് ഒളിഞ്ഞിരുന്ന വിക്രം സാബുവിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. സാബു അവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിലിരുന്ന കമ്പ് വെച്ച് സാബുവിനെ അടിച്ച് ഒതുക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ കാലും തല്ലി ഒടിക്കുന്നുണ്ട്. സാബുവിനൊന്ന് എണീക്കാൻ പോലും പറ്റുന്നതിന് മുമ്പേ കാലും രണ്ടും തല്ലി ഒടിച്ചു കൈ ഒടിച്ചു ഒക്കെ ഒരു പരുവാക്കി ഇടുന്നുണ്ട് സാബുവിനെ വിക്രം. അങ്ങനെ സ്വന്തം അച്ഛനും ഏട്ടന്മാർക്കും കൊടുത്ത അടിയുടെ ഇരട്ടി അടി വിക്രമാണെങ്കിൽ സാബുവിൻ്റെ നേരെ തീർക്കുന്നുണ്ട്. അതോടെ സാബുവിനെ ഇപ്പോഴൊന്നും എണീച്ച് നടക്കാൻ പറ്റാത്ത രീതിയിൽ വിക്രം ആക്കിയിടുന്നുണ്ട്. അങ്ങനെ പതുക്കെ വിക്രം അവിടെ നിന്ന് മാറുകയാണ്. പക്ഷേ കാലിന് നന്നായിട്ട് വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും വിക്രം ആരും കാണാതെ വന്ന് വണ്ടിയിൽ കയറുന്നുണ്ട്.